بسم الله الرحمن الرحيم والنجم إذا هوى ما ضل صاحبكم وما غوى وما ينطق عن الهوى إن هو إلا وحي يوحى. بسم الله الرحمن الرحيم قل يا أيها الكافرون لا أعبد ما تعبدون ولا أنتم عابدون ما أعبد ولا أنا عابد ما عبدتم ولا أنتم عابدون ما أعبد لكم دينكم ولي دين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സൂറത്തുൽ കാഫിറൂൻ പരിശുദ്ധ ഖുർആനിൽ ഏറ്റവും ആദ്യം അവതരിപ്പിക്കപ്പെട്ട സൂറത്തുകളിൽ ഒന്നാണ്. മക്ക ജീവിത കാലഘട്ടത്തിൽ തന്നെയാണ് ഈ സൂറത്തും അവതരിപ്പിക്കപ്പെടുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രത്തിലെ വളരെ പ്രസിദ്ധമായ ഒരു സന്ദർഭമാണ് ഈ സൂറത്തിൻ്റെ അവതരണ പശ്ചാത്തലം എന്ന കാര്യം പൊതുവിൽ അറിയപ്പെടുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരമായി പാരായണം ചെയ്തുകൊണ്ടിരുന്ന, തൻ്റെ മരണം വരെയും വളരെ ഫ്രീക്വൻ്റായി പാരായണം ചെയ്തുകൊണ്ടിരുന്ന ഒരു സൂറത്താണ് ശരിക്കും സൂറത്തുൽ കാഫിറൂൻ. നമ്മൾ വിശ്വാസികൾ എന്ന നിലയിൽ ഇന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ നിരന്തരമായി ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മളുടെ നമസ്കാരങ്ങളിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സൂറത്താണത്. നമുക്കറിയാലോ, ഇപ്പോൾ ഫജറിന് മുമ്പുള്ള സുന്നത്ത് നമസ്കാരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൽ കാഫിറൂൻ പാരായണം ചെയ്യാൻ പ്രത്യേകമായി പഠിപ്പിച്ചിട്ടുണ്ട്. ഇതേപോലെ വിത്ർ നമസ്കാരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൽ കാഫിറൂൻ പാരായണം ചെയ്യാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ത്വവാഫ് കഴിഞ്ഞ് സുന്നത്ത് നമസ്കരിക്കുന്ന സമയത്ത് അതിൽ സൂറത്തുൽ കാഫിറൂൻ്റെ പാരായണം അത് പ്രത്യേകം പുണ്യമായി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. മഗ്‌രിബ് നമസ്കാരത്തിൻ്റെ സുന്നത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൽ കാഫിറൂൻ പാരായണം ചെയ്യുമായിരുന്നു എന്ന് ചില ഹദീസുകളിൽ കാണാൻ കഴിയും. ഇങ്ങനെ നിരന്തരമായി നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഐച്ഛികമായി നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന പല നമസ്കാരങ്ങളിലും ആ നമസ്കാരങ്ങളിൽ ഒരു വളരെ ശ്രദ്ധയോടുകൂടി നിഷ്ഠയോടുകൂടി പതിവായി സൂറത്തുൽ കാഫിറൂൻ പാരായണം ചെയ്യാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ആ സൂറത്തിൻ്റെ ശ്രേഷ്ഠതക്കൊപ്പം അത് ഉള്ളടക്കുന്ന ആശയങ്ങളുടെ പ്രാധാന്യത്തെ, അതിൻ്റെ ഗൗരവത്തെ, അതിനെ നമ്മളുടെ ജീവിതത്തിലേക്ക് നിരന്തരമായി ചേർത്ത് പിടിക്കേണ്ടതിനെ ഒക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ നിർദ്ദേശങ്ങളിലൂടെ സൂചിപ്പിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ അവിടുത്തെ പ്രബോധന ജീവിതത്തിൻ്റെ ആദ്യ നാളുകളിൽ തൗഹീദ് മക്കയിൽ പ്രബോധനം ചെയ്ത സമയത്ത്, പ്രത്യേകിച്ചും വിഗ്രഹാരാധനയിൽ, ബഹുദൈവാരാധനയിൽ അത്രയും ആണ്ടുപോയിരുന്നൊരു ജനതതി എന്ന നിലയിൽ അവരുടെ മുമ്പിൽ ശുദ്ധമായ ഏകദൈവാരാധനയുടെ സന്ദേശം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശക്തമായി അവതരിപ്പിച്ചപ്പോൾ അവർ അതിൽ അങ്ങേയറ്റം പ്രകോപിതരായതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരിൽ വളരെ വൈകാരികമായി പ്രതികരിച്ചതും നമുക്കറിയാം. ഇങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഗ്രഹാരാധനയ്ക്കെതിരിലുള്ള പ്രബോധനത്തിൻ്റെ ഒരു പരിസരത്ത് നിന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പിൽ ഒരു കോംപ്രമൈസിന് വേണ്ടി മക്കയിലെ ചില ബഹുദൈവാരാധക പ്രമുഖർ നടത്തിയ ഒരു പരിശ്രമത്തിൻ്റെ ഒരു സന്ദർഭത്തിലാണ് സൂറത്തുൽ കാഫിറൂൻ്റെ അവതരണം ഉണ്ടാകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ കഅബയുടെ പരിസരത്ത് നിൽക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വേണ്ടി ഖുറൈശികളുടെ ഒരു പ്രതിനിധി സംഘം കടന്നു വരികയാണ്. ആ പ്രതിനിധി സംഘത്തിൽ ഉണ്ടായിരുന്നത് അവിടുത്തെ ആ നാട്ടിലെ ഏറ്റവും പ്രധാനികളായ ആളുകളാണ്. അവർ സത്യനിഷേധികളായിരുന്നു, കൊടിയ ധിക്കാരികളായിരുന്നു. ഇസ്ലാം സ്വീകരിക്കാതെ തന്നെ മരണപ്പെട്ടു പോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുക്കളായി തന്നെ നിലകൊണ്ട ആളുകളാണ് ആ പ്രതിനിധി സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നത്. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വരുന്നു. സീറാ ഗ്രന്ഥങ്ങളിലൊക്കെ നമുക്കിത് കാണാൻ കഴിയും, തഫ്സീർ ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ പല നിർദ്ദേശങ്ങളും വെക്കുന്നു. എന്തിനാണ് ഈ പ്രബോധന ദൗത്യവുമായി താങ്കൾ ഇറങ്ങി പുറപ്പെടുന്നത്? താങ്കൾ ഇതിൽ നിന്ന് പിന്തിരിയണം. താങ്കൾക്ക് പണമാണ് ആവശ്യമെങ്കിൽ ഞങ്ങൾ
താങ്കൾക്ക് പണം നൽകാം, താങ്കൾക്ക് ഭാര്യമാരെയാണ് ആവശ്യമെങ്കിൽ ഞങ്ങൾ താങ്കൾക്ക് അത് നൽകാം എന്നൊക്കെ പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശക്തമായി അതിനെ നിരാകരിച്ചത് നമുക്കൊക്കെ അറിയാവുന്ന ചരിത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ഇൻറ്റഗ്രിറ്റിയോടുകൂടി, വളരെ സിൻസിയറായി, അപാരമായ കൺവിക്ഷനോടുകൂടി, കാരണം അള്ളാഹുവിൽ നിന്ന് കിട്ടുന്നതാണ് ഈ ബോധനം എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളരെ വസ്തുനിഷ്ഠമായൊരു അനുഭവമായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ ആത്മാർത്ഥമായിട്ടാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പ്രബോധനം നിർവഹിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയാതെ ഈ വിവരദോഷികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ഇത്തരത്തിലുള്ള വളരെ വിചിത്രമായ നിർദ്ദേശങ്ങളുമായി കടന്നു ചെല്ലുകയായിരുന്നു. അപ്പോൾ ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിരാകരിച്ച സമയത്ത് അവരൊരു വേറൊരു കോംപ്രമൈസ് ഫോർമ്യൂല പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വെച്ചതായിട്ടാണ് നമ്മൾക്ക് ഈ നിവേദനങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഓക്കെ, നിനക്ക് നിന്റെ ആരാധനാ രീതികളുമായി മുന്നോട്ട് പോകണം എന്നത് നിർബന്ധമാണെങ്കിൽ, ആ ആരാധനാ രീതികളിലേക്ക് ഞങ്ങളെ നീ ക്ഷണിക്കുന്നത് തുടരുകയാണെങ്കിൽ ഞങ്ങളൊരു നിർദ്ദേശം വെക്കാം. നമ്മൾക്കിങ്ങനെ മാറി മാറി രണ്ടുപേരുടെയും ആരാധനാ രീതികൾ സ്വീകരിക്കാം. ഞങ്ങൾ മക്കയിൽ പരമ്പരാഗതമായി മുശ്രിക്കുകൾ, ബഹുദൈവാരാധകർ സ്വീകരിച്ചു വരുന്ന ആരാധനാ രീതി, വിഗ്രഹാരാധനക്ക് പ്രാധാന്യമുള്ള ഒരു ആരാധനാ സമ്പ്രദായമാണല്ലോ ഞങ്ങൾ സ്വീകരിച്ചു വരുന്നത്, അതിവിടെയുണ്ട്. ഇപ്പോൾ നീ ഞങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന് പറയുന്ന ആരാധനാ സമ്പ്രദായമുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മൾക്ക് ഒരു ദിവസം ഞങ്ങൾ നമ്മളുടെ പഴയ ആരാധനാ രീതികൾ നമ്മളെല്ലാവരും കൂടി പിന്തുടരുക. ഞങ്ങളും നീയുമെല്ലാം ഈ വിഗ്രഹാരാധനക്ക് പ്രാമുഖ്യമുള്ള നമ്മുടെ പഴയ ആരാധനാ രീതി, മക്കയിൽ നിലനിന്നിരുന്ന ആരാധനാ രീതി നമ്മൾക്ക് അനുഷ്ഠിക്കാം. അടുത്ത ദിവസം അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന നീ അവതരിപ്പിച്ച പുതിയ മതം എന്ന് അവർ വിളിക്കുന്ന ഈ പുതിയ ആരാധനാ സമ്പ്രദായം, ആ ആരാധനാ സമ്പ്രദായം അടുത്ത ദിവസം നമ്മൾക്ക് ചെയ്യാം. ഞങ്ങളെല്ലാവരും ആ ദിവസം വിഗ്രഹാരാധനയിൽ നിന്ന് വിട്ടുനിൽക്കാം. തൊട്ടടുത്ത ദിവസം വീണ്ടും പഴയ ആരാധനാ രീതിയിലേക്ക് നമുക്ക് മടങ്ങാം. അന്ന് നീ അടക്കം ആ വിഗ്രഹങ്ങളെ ആരാധിച്ചാൽ മതി. തൊട്ടടുത്ത ദിവസം വീണ്ടും ഇങ്ങനെ ചെയ്യാം. ഇല്ലെങ്കിൽ ഇത് ഒരു ദിവസം എന്നതിന് പകരം ഇതിൻ്റെ ഒരു ഇന്റർവെൽ, ഒരു പീരിയോഡിസിറ്റി നമുക്ക് ഒരാഴ്ചയാക്കാം. ഒരാഴ്ച വിഗ്രഹാരാധന ഞങ്ങളും നീയുമെല്ലാം വിഗ്രഹങ്ങളെ ആരാധിക്കുന്നു, മക്കയിൽ നിലനിന്നിരുന്ന ബഹുദൈവാരാധനാ സമ്പ്രദായമോ നമ്മളെല്ലാവരും പുലർത്തുന്നു. തൊട്ടടുത്ത ആഴ്ച നീ അവതരിപ്പിക്കുന്ന തൗഹീദ്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന് പറയുന്ന രീതി നമ്മളെല്ലാവരും സ്വീകരിക്കുന്നു. ഞങ്ങൾ ഈ വിഗ്രഹങ്ങൾ ആരാധിക്കുന്നതിൽ നിന്ന് ആ സമയത്ത് വിട്ടു നിൽക്കുന്നു എന്ന്. അല്ലെങ്കിൽ ഒരു മാസം ഇങ്ങനെ, അടുത്ത മാസം അങ്ങനെ, അല്ലെങ്കിൽ ഒരു വർഷം ഇങ്ങനെ, അടുത്ത വർഷം ഇങ്ങനെ എന്ന് നമ്മൾക്ക് ആക്കിക്കൂടെ? അങ്ങനെ ഒരു രഞ്ജിപ്പിൽ, ഒരു ഐക്യത്തിൽ, ഒരു ഫോർമുലയിൽ ഇത് മാറി മാറി രണ്ട് ആരാധനാ രീതികളും സ്വീകരിക്കുന്ന ഒരവസ്ഥ നമുക്ക് കൊണ്ടുവന്നുകൂടെ എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ ചോദിച്ച സമയത്താണ് ഈ സൂറത്തുൽ കാഫിറൂൻ അവതരിപ്പിക്കപ്പെടുന്നതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് മുന്നിൽ ഇത് ഓതി കേൾപ്പിക്കുന്നതും എന്ന് മുഫസ്സിറുകളൊക്കെ വിശദീകരിച്ചു പോകുന്നുണ്ട്. ഇവിടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം, ദീൻ എന്ന് പറഞ്ഞാൽ വളരെ സീരിയസ് ആണ്. ഇത് മതത്തെ ഇത്രയും സീരിയസ് ആയി ഗൗരവതരമായി കാണാൻ പലപ്പോഴും ഈ പെയ്ഗൻ ട്രഡീഷനുകളിലുള്ള ആളുകൾക്ക് കഴിയാറില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വർത്തമാനങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന് ഇബാദത്തെടുക്കുക എന്നതാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് മനസ്സിലാക്കിയിരുന്നു എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ നമ്മൾ പരിശോധിക്കുക. ഫജ്റിന് മുമ്പ്, സുബഹിയുടെ മുമ്പ് 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കുന്നതിനെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഈ ദുന്യാവ്, ഈ ലോകവും അതിലുള്ളത് മുഴുവനും നിങ്ങൾക്ക് ലഭിക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് ഉത്തമമായിട്ടുള്ളത് ഫജ്റിന്റെ സമയത്ത് 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്. നിങ്ങൾക്ക് അസ്ർ നമസ്കാരം നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കുടുംബവും നിങ്ങളുടെ സ്വത്തും കൊള്ളയടിക്കപ്പെട്ടു പോകുന്നത് പോലെയാണ്. നമ്മൾക്ക് ഈ ദുന്യാവിലുള്ള അവലംബങ്ങൾ, ആശ്രയങ്ങൾ എന്ന് പറഞ്ഞാൽ ഭൗതികമായി നോക്കിയാൽ എന്താണ്? ഒന്ന് നമ്മളുടെ സമ്പത്താണ്, മറ്റേത് നമ്മളുടെ കുടുംബമാണ്. അത് രണ്ടും നഷ്ടപ്പെട്ടു പോകുന്നതിന് തുല്യമാണ് നിങ്ങൾക്ക് ഒരു ദിവസം അസർ നമസ്കാരം നഷ്ടപ്പെട്ടു പോവുക എന്നത്, അള്ളാഹുവിന് വേണ്ടി അസർ നമസ്കരിക്കാൻ കഴിയാതിരിക്കുക എന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഞാൻ പറയുന്നത് ഇത്രയും സീരിയസ് ആയിട്ടാണ്. അതല്ലാതെ നമ്മളുടെ ജീവിതത്തിലെ വളരെ ചെറിയൊരു കാര്യം എന്നുള്ള നിലക്കല്ല, നമ്മളുടെ ജീവിതത്തിനേക്കാൾ വിലയുള്ള ഒരു നിലപാട് എന്ന നിലക്കാണ്. നമ്മളുടെ ദുന്യാവിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം
ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോംപ്രമൈസും സാധ്യമാകാത്ത സത്യം എന്ന നിലയിലാണ് മതത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സമീപിക്കുന്നത്. കാരണം അത് സത്യമാണ് എന്നത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബോധ്യമാണ്. അങ്ങനെയാണ് അവിടുന്ന് തൻ്റെ അനുചരന്മാർക്ക് അത് പഠിപ്പിച്ചു കൊടുത്തത്. ആ ഒരു ബോധമാണ് യഥാർത്ഥത്തിൽ നമ്മൾക്കൊക്കെ പകർന്നു കിട്ടിയത്. ഈ ബഹുദൈവാരാധനാപരമായ, വിഗ്രഹാരാധനാപരമായ, പ്രകൃതി പൂജാപരമായ, ദേവതാ പൂജാപരമായ ഈ തരത്തിലുള്ള പെയ്ഗൻ ട്രഡീഷൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മതം എന്ന് പറയുന്നത് അവരുടെ പൂർവ്വഗാമികളിൽ നിന്ന് ഇങ്ങനെ പകർന്നു കിട്ടിയ ഒരു അന്ധവിശ്വാസം മാത്രമാണ്. അതല്ലാതെ അത് സത്യമാണ് എന്ന് വളരെ ആഴത്തിൽ അവർ പോലും വിശ്വസിക്കുന്നില്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുന്നിൽ ഇത്തരത്തിലുള്ള വളരെ വിചിത്രമായ ഫോർമുലകളുമായി അവർ വന്നു ചേരുന്നത്. ഇവിടെ പരിശുദ്ധ ഖുർആൻ ഇതിനെ അഭിമുഖീകരിച്ചൊരു രീതി എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ഈ സൂറത്തുൽ കാഫിറൂൻ എന്നാണ് അറിയപ്പെടുന്നത്. അൽ കാഫിറൂൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കാഫിറുകൾ, കുഫ്ർ ചെയ്ത ആളുകൾ. കാഫിർ എന്ന് പറഞ്ഞാൽ സത്യനിഷേധി എന്നാണ് അതിന്റെ അർത്ഥം. നമ്മൾ സത്യത്തെ നിഷേധിക്കുന്നവൻ, അവിശ്വാസി എന്ന് കുറെ കൂടി കൃത്യമായി അതിന് അർത്ഥം പറയാമെന്ന് തോന്നുന്നു. ഇപ്പൊ മുസ്ലിം എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ച ആളാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന ദൗത്യത്തിൽ, മെസ്സേജിൽ, സന്ദേശത്തിൽ അവിശ്വസിച്ചവരെ, മുസ്ലിം അല്ലാത്ത ഒരാളെയാണ് സാധാരണമായി അറബിയിൽ സാങ്കേതികമായി കാഫിർ എന്ന് പറയുന്നത്. കാഫിർ എന്ന് പറഞ്ഞാൽ മുസ്ലിം അല്ലാത്ത ആൾ കാഫിർ. ഇത് ഇത്രയും ലളിതമായ കാര്യമാണ്. നമ്മളുടെ നാട്ടിൽ ഈ കാഫിർ എന്ന പ്രയോഗം അത് വേറെ പല തെറ്റിദ്ധാരണകൾക്കും കാരണമാകുന്നു എന്നുള്ളത് വേറൊരു വിഷയം. അതൊരു സാങ്കേതിക പ്രയോഗം മാത്രമാണ്. പക്ഷെ ആ സാങ്കേതിക പ്രയോഗത്തിന് ആഴമുള്ള അർത്ഥമുണ്ട് എന്ന് നമുക്കറിയാം. കുൽ യാ അയ്യുഹൽ കാഫിറൂൻ, പ്രവാചകരെ അങ്ങ് പ്രഖ്യാപിക്കുക, അയ്യുഹൽ കാഫിറൂൻ, ഹേ സത്യനിഷേധികളെ, അവിശ്വാസികളെ എന്നാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിളിക്കുന്നത്. ഇവിടെ ആദർശപരമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്ലാമിന്റെ വിട്ടുവീഴ്ചയില്ലാത്ത ബോധ്യം ഈ അഭിമുഖത്തിൽ തന്നെയുണ്ട്, ഈ അഭിമുഖത്തിന്റെ ഭാഷയിൽ തന്നെയുണ്ട്. ഇവിടെ വിഗ്രഹാരാധന, ബഹുദൈവാരാധന നിർവഹിക്കുന്ന ആളുകൾ അത് അവിശ്വാസമാണ്, അത് സത്യനിഷേധമാണ്. ഇവിടെ ഒരു വശത്ത് സത്യവിശ്വാസവും മറുവശത്ത് സത്യനിഷേധവുമാണ്. ഇത് രണ്ടും സത്യത്തിന്റെ രണ്ട് രൂപങ്ങളല്ല, ഒന്ന് സത്യവും ഒന്ന് അസത്യവുമാണ് എന്ന കാര്യം ഒരു അർത്ഥശങ്കക്കും ഇടയില്ലാത്ത വിധം അസന്ദിഗ്ധമായി, അണ്ണിക്കുവോക്കലായി പറഞ്ഞുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ ഇവിടെ ആരംഭിക്കുന്നത് തന്നെ. എന്നിട്ട് ഖുർആൻ സംസാരിക്കുന്ന ആ രീതി നമ്മൾ പരിശോധിച്ച് നോക്കുക. ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും ആബിദൂന മാ അഅ്ബുദ് വലാ അന ആബിദും മാ അബത്തും വലാ അൻതും ആബിദൂന മാ അഅ്ബുദ് ലക്കും ദീനുക്കും വലിയ ദീൻ. എത്ര പവർഫുൾ ആയ, എത്ര ട്രാൻസ്പെറന്റ് ആയ ഒരു ഡിക്ലറേഷൻ ആണിത്. ഇവിടെ പരിശുദ്ധ ഖുർആൻ പറയുന്നത് ആവർത്തിച്ച് ഡിനൈ ചെയ്യാൻ വേണ്ടി പരിശുദ്ധ ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, ഇങ്ങനെ ഒരു കാര്യം നടക്കാനേ പോകുന്നില്ല. എൻ്റെ ആരാധനാ രീതികൾ നിങ്ങൾ സ്വീകരിക്കാൻ പോകുന്നില്ല, എൻ്റെ ആരാധനാ രീതികൾ നിങ്ങൾ അനുഷ്ഠിക്കുന്നില്ല, നിങ്ങളുടെ ആരാധനാ രീതികൾ ഞാനും അനുഷ്ഠിക്കുന്നില്ല, എൻ്റെ ആരാധനാ രീതികൾ നിങ്ങൾ സ്വീകരിക്കാൻ പോകുന്നില്ല, നിങ്ങളുടെ ആരാധനാ രീതികൾ ഞാനും സ്വീകരിക്കാൻ പോകുന്നില്ല. ഇത് ഇത് ഒറ്റത്തവണ പറയുന്നതിന് പകരം റിപ്പീറ്റഡ്ലി പറഞ്ഞുകൊണ്ട്, അസേർട്ടീവായി പറഞ്ഞുകൊണ്ട്, അത്തരത്തിലുള്ള ആ ഒരു ദിശയിൽ ഒരാലോചനയും നിങ്ങൾ നടത്തേണ്ടതില്ല, അത് അചിന്ത്യമാണ് എന്ന് പറയുന്നതിൻ്റെ ഒരു രീതിയാണ് അത്. അതോടൊപ്പം പല മുഫസ്സിറുകളും വിശദീകരിക്കുന്നുണ്ട്, അത് ഒന്ന് വർത്തമാനകാല ക്രിയയാണ്, മറ്റൊന്ന് ഭാവികാല ക്രിയയാണ്. ഇപ്പോൾ ഈ നിർദ്ദേശം ഞാൻ തിരസ്കരിക്കുന്നു എന്ന് മാത്രമല്ല, ഭാവിയിലും ഒരിക്കലും ഇങ്ങനെയൊരു നിർദ്ദേശം ഞാൻ സ്വീകരിക്കാൻ പോകുന്നില്ല എന്നുകൂടി ഈ ഒരു ക്രിയാപ്രയോഗങ്ങൾ പരിശോധിക്കുമ്പോൾ പരിശുദ്ധ ഖുർആൻ അവിടെ അങ്ങനെ പ്രഖ്യാപിക്കാൻ ശ്രമിക്കുന്നു. വേറെ ചില മുഫസ്സിറുകൾ വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. മക്കയിലെ മുശ്രിക്കുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത് ഒരാഴ്ച ഇങ്ങനെ ഒരാഴ്ച അങ്ങനെ, അല്ലെങ്കിൽ ഒരു മാസം ഇങ്ങനെ ഒരു മാസം അങ്ങനെ. ഇപ്പോൾ ഞങ്ങൾ നിന്റെ ആരാധനാക്രമം സ്വീകരിക്കുന്നു, നീ അടുത്ത വർഷം ഞങ്ങളുടെ ആരാധനാക്രമം സ്വീകരിക്കുന്നു, അതിനുശേഷം ഇങ്ങനെയാകുന്നു, അതിനുശേഷം ഇങ്ങനെയാകുന്നു എന്നിങ്ങനെ അവർ പറഞ്ഞ അതേ താളത്തിൽ പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, ആവർത്തിച്ച് പറയുകയാണ്. അങ്ങനെയില്ല, ഇപ്പോഴും അങ്ങനെ ഇപ്പോൾ ഞാൻ നിങ്ങളുടേതിനെ ആരാധിക്കുന്നില്ല, നിങ്ങൾ ഞാൻ ആരാധിക്കുന്നതിനെയും ആരാധിക്കുന്നില്ല, കുറച്ച് കഴിഞ്ഞാലും നേരെ തിരിച്ചും സംഭവിക്കാൻ പോകുന്നില്ല. ഇങ്ങനെയൊരു കാര്യം എന്ന് പറയുന്നത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, നിങ്ങളുടെ ആരാധനാ വഴി, നിങ്ങളുടെ ആരാധനാ സമ്പ്രദായം, എനിക്ക് എൻ്റെ മതം, അത് വളരെ വ്യത്യസ്തമാണ്. അതും ഇതും കൂട്ടിക്കുഴച്ച് മാറി മാറി അനുഷ്ഠിക്കുക എന്ന് പറയുന്ന
സത്യത്തിൽ ഈ രീതിയിൽ കലർപ്പുണ്ടാക്കുക എന്ന് പറയുന്നത് ഒരിക്കലും സാധ്യമല്ല എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രഖ്യാപിക്കുന്നത്. പലപ്പോഴും ലക്കും ദീനുക്കും വലിയ ദീൻ എന്ന പരിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം ഈ ആദർശപരമായ വ്യതിരിക്തതയുടെ ഒരു ഡിക്ലറേഷനാണ്, അതിൻ്റെ ഒരു വിളംബരമാണ്. മതം എന്ന് പറഞ്ഞാൽ ഇത് സത്യമാണ്, ഈ സത്യമായ മതം അങ്ങനെ തന്നെ അതിൻ്റെ ശുദ്ധതയിൽ അനുഷ്ഠിക്കുകയാണ് ഞാൻ ചെയ്യുക എന്ന പ്രഖ്യാപനം. പലപ്പോഴും അതല്ലാതെ എല്ലാ മതങ്ങളും ശരിയാണ് എന്നോ സത്യമാണ് എന്നോ ഒക്കെ പറയാൻ വേണ്ടി പലരും ഈ ആയത്ത് ഉദ്ധരിക്കുന്നത് വളരെ അത്ഭുതത്തോടു കൂടി നമുക്ക് കാണേണ്ടി വരാറുണ്ട്. കാരണം ഇതിൻ്റെ ഒരു അവതരണ പശ്ചാത്തലം പരിശോധിച്ചാൽ അതല്ല, അതിന് നേരെ വിരുദ്ധമായ ആശയമാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആൻ അവിടെ മുന്നോട്ട് വെക്കുന്നത് എന്ന് വളരെ കൃത്യമായി നമുക്ക് കാണാൻ കഴിയും. ഏതായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ പ്രബോധന ജീവിതത്തിന്റെ വളരെ തുടക്കത്തിലുണ്ടായ ഈ സംഭവവും പരിശുദ്ധ ഖുർആനിന്റെ ആ വിഷയത്തിലുള്ള ഇടപെടലുമെല്ലാം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പാഠം എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതത്തിലേക്ക് ഒരിക്കലും കടന്നു വരാതെ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു തിന്മയാണ് ശിർക്ക് എന്ന് പറയുന്നത്. അല്ലാഹു അല്ലാത്ത മറ്റേതെങ്കിലും ഒരു ശക്തിയെ ദൈവമായി കാണുക. അല്ലാഹുവിന് പുറമെ, അല്ലെങ്കിൽ ശക്തി എന്ന് പറയുമ്പോൾ പലപ്പോഴും ഇവരെ ദൈവമായി സങ്കല്പിച്ചിരുന്നത് എന്ന് പറഞ്ഞാൽ ഇവരായി വ്യാജമായി മെനഞ്ഞുണ്ടാക്കിയ സങ്കല്പങ്ങളാണ്. അത്തരത്തിലുള്ള സങ്കല്പങ്ങൾ, അല്ലാഹുവിന് പുറമെ മറ്റെന്തിനെയെങ്കിലും ദൈവമായി പരിഗണിക്കാതിരിക്കുക, വേറെ ദൈവസങ്കല്പങ്ങൾ ഉണ്ടാക്കാതിരിക്കുക, അല്ലാഹുവിന് പുറമെ മറ്റൊന്നിനു മുമ്പിലും ആരാധനകൾ സമർപ്പിക്കാതിരിക്കുക, അല്ലാഹുവല്ലാത്ത മറ്റൊന്നിനെയും വിളിച്ച് പ്രാർത്ഥിക്കാതിരിക്കുക, അല്ലാഹുവിനോടല്ലാതെ ആ രീതിയിലുള്ള സഹായാഭ്യർത്ഥനകൾ ഒരിക്കലും നടത്താതിരിക്കുക. ഇതിനുള്ള ജാഗ്രത നമ്മളുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകണം. നമ്മൾ എങ്ങനെ വിഗ്രഹാരാധനക്കും ബഹുദൈവാരാധനക്കും പ്രാമുഖ്യമുള്ള സംസ്കാരങ്ങളിലും സമൂഹങ്ങളിലും ജീവിച്ചാലും തൗഹീദിനെ, ഏകദൈവാരാധനയെ അങ്ങേയറ്റത്തെ പരിശുദ്ധിയോടുകൂടി കാത്തു സൂക്ഷിക്കുവാൻ നമുക്ക് കഴിയണമെന്ന പാഠമാണ് യഥാർത്ഥത്തിൽ സൂറത്തുൽ കാഫിറൂന്റെ സന്ദേശം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുന്നുണ്ട്, നിങ്ങൾ ലാത്തയാണ് സത്യം, ഉസ്സയാണ് സത്യം എന്ന് നിങ്ങൾ ഒരിക്കലും പറഞ്ഞു പോകരുത്. അല്ലാഹു അല്ലാത്തവരെ വെച്ചുകൊണ്ട് സത്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ബഹുദൈവാരാധനയുടെ ഒരു രൂപമാണ്, ഒരു പെയ്ഗൻ കസ്റ്റമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പലപ്പോഴും ഇത് പഠിപ്പിച്ചത് നമുക്ക് കാണാൻ കഴിയും. ലാത്ത, ഉസ്സ എന്നൊക്കെ പറയുന്നത് അവർ മക്കയിൽ ആരാധിച്ചിരുന്ന വിഗ്രഹങ്ങളായിരുന്നു. അബൂജഹൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദ് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ മുഖം നിലത്ത് ചവിട്ടിത്തേക്കുമെന്ന് പറയുന്നത്, അബൂജഹൽ പറയുന്നത് ലാത്തയാണ് സത്യം, ഉസ്സയാണ് സത്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് അബൂജഹൽ അത് ആരംഭിക്കുന്നത്. അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ പറയുന്നുണ്ട്, നിങ്ങൾ പഴയ രീതി അനുസരിച്ച്, നാവിന്റെ ഒരു തഴക്കമനുസരിച്ച്, മുമ്പ് മുശ്രിക്കുകളായിരുന്ന ആളുകളാണ് മുസ്ലിങ്ങളായത്, അറിയാതെ ലാത്തയുടെയും ഉസ്സയുടെയും ഒക്കെ പേരിൽ നിങ്ങൾ സത്യം ചെയ്തു പോയാൽ ഉടൻ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ വളരെ ആഴമുള്ളൊരു പ്രസ്താവനയാണത്. തൗഹീദിനും ഷിർക്കിനും ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ല. നമ്മൾ ഷിർക്കിൻ്റെ, ബഹുദൈവാരാധനയുടെ, വിഗ്രഹാരാധനയുടെ ഒരു ആക്ഷനല്ല, ഒരു വേർഡ്, ഒരു വാക്ക് നമ്മളിൽ നിന്ന് വന്നുപോയാൽ നമ്മളുടെ ലാ ഇലാഹ ഇല്ലല്ലാ ഇല്ലാതാകുന്നുണ്ട്. അതുകൊണ്ട് വീണ്ടും ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പ്രഖ്യാപിച്ച് വിശ്വാസത്തിൽ വന്ന മാരകമായ, ഭീകരമായ ആ അബദ്ധത്തിൽ നിന്ന് കരകയറാൻ ശ്രമിക്കുക എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ പറയുന്നത്. സൂറത്തു സുമറിൽ സൂറത്തുൽ കാഫിറൂൻ അവതരിപ്പിക്കപ്പെട്ട ഈ ഒരു സംഭവത്തെ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ്, അതിനെ അഡ്രസ് ചെയ്തുകൊണ്ട് തന്നെയാണ് സൂറത്തുൽ സുമറിലെ ഈ വചനങ്ങളും അവതരിപ്പിക്കപ്പെട്ടത് എന്ന് പല മുഫസ്സിറുകളും അഭിപ്രായപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. قل أفغير الله تأمروني أعبد أيها الجاهلون ولقد أوحي إليك وإلى الذين من قبلك لئن أشركت ليحبطن عملك ولتكونن من الخاسرين بل الله فاعبد وكن من الشاكرين. ഇവിടെ അള്ളാഹു പറയുന്നത് ഇതേ കാര്യം തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കാൻ ആവശ്യപ്പെടുകയാണ്, നിങ്ങൾ അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുവാനാണോ നിങ്ങൾ എന്നെ പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്? അതിലേക്കാണോ നിങ്ങൾ എന്നെ വിളിക്കുന്നത്? അയ്യുഹൽ ജാഹിലൂൻ, വിവരമില്ലാത്തവരാണ് നിങ്ങൾ, വിജ്ഞാനമില്ലാത്തവരാണ് നിങ്ങൾ, വിഡ്ഢികളാണ് നിങ്ങൾ, അറിവില്ലാത്തവരാണ് നിങ്ങൾ. അറിവുള്ളവർ ഒരിക്കലും അല്ലാഹുവല്ലാത്തവരെ ആരാധിക്കുവാൻ പറയുകയില്ല എന്ന് പറഞ്ഞ ശേഷം പരിശുദ്ധ ഖുർആൻ റസൂലുള്ളാഹി
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവിടെ പറയുന്നുണ്ട്, അള്ളാഹു പറയുന്നുണ്ട്, വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക്. പ്രവാചകരെ, അങ്ങേക്കും അങ്ങയുടെ മുമ്പുള്ള പ്രവാചകന്മാർക്കും അള്ളാഹു നൽകിയ വഹിയാണ്, നിങ്ങൾ ശിർക്ക് ചെയ്താൽ, നിങ്ങൾ ബഹുദൈവാരാധന നടത്തിയാൽ, അല്ലാഹുവല്ലാത്തവരെ ആരാധിക്കുക എന്ന് പറയുന്ന സ്ഥിതിവിശേഷം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായാൽ ലയഹ്ബതന്ന അമലുക്, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ മുഴുവൻ വൃഥാവിലാകും. അത് ചെയ്തിട്ട് ബഹുദൈവാരാധന നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കെ വേറെ സൽക്കർമ്മങ്ങളൊന്നും നിങ്ങൾ പിന്നെ ചെയ്തിട്ട് കാര്യമില്ല, അതൊക്കെ ഇല്ലാതാകും, പൊളിഞ്ഞു പോകും, അതൊന്നും പിന്നെ അള്ളാഹു സ്വീകരിക്കുകയില്ല എന്നാണ് അള്ളാഹു ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നതിൽ ഉറച്ചു നിൽക്കുക, അങ്ങനെ അള്ളാഹുവിനോട് നന്ദി കാണിക്കുക എന്ന് സത്യവിശ്വാസികളെ പരിശുദ്ധ ഖുർആൻ അവിടെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇവിടെ ഈ സത്യനിഷേധികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ ഒരു ഫോർമുല വെക്കുമ്പോൾ അവർ വിചാരിക്കുന്നത് അവർ അള്ളാഹുവിനെ മാത്രം കുറച്ചു കാലം ആരാധിക്കുന്നു എന്നതുകൊണ്ട് അവർക്കൊരു കുഴപ്പമില്ല, അവർക്ക് കുറച്ചു കഴിഞ്ഞാൽ വിഗ്രഹങ്ങളെ കൂടി ആരാധിക്കാൻ കഴിയണം എന്നൊരു നിലപാട് മാത്രമേ അവർക്കുള്ളൂ. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. നമ്മൾ ഒരു സമയം വിഗ്രഹത്തെ ആരാധിച്ചാൽ തന്നെ അതോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ലാതായി, നമ്മളുടെ മതം ഇല്ലാതായി. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നതിന്റെ പൊരുൾ, അർത്ഥം അല്ലാഹുവല്ലാതെ വേറൊരു ആരാധ്യനും ഇല്ല എന്നതാണ്. അവിടെ ഇന്ന് ഇങ്ങനെ നാളെ അങ്ങനെ എന്ന് പറയുമ്പോൾ ഇന്ന് ഈ കാര്യം ചെയ്യുന്നതോടുകൂടി നമ്മുടെ ജീവിതം അർത്ഥശൂന്യമാകുന്നു, കർമ്മങ്ങൾ അർത്ഥശൂന്യമാകുന്നു, മതം ഇല്ലാതായി തീരുന്നു, നമ്മളൊരു അവിശ്വാസിയായി തീരുന്നു, നമ്മളൊരു സത്യനിഷേധിയായി തീരുന്നു തുടങ്ങിയ വസ്തുതകളാണ്. ശിർക്കിനും തൗഹീദിനും ഒരുമിച്ച് നിൽക്കാൻ കഴിയില്ല ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്ന വസ്തുതയാണ്, എന്ന ലളിതമായ യാഥാർത്ഥ്യമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വചനങ്ങൾ ഓതിക്കൊടുത്തുകൊണ്ട് മക്കയിലെ ബഹുദൈവാരാധകരെ ഓർമ്മിപ്പിക്കുന്നത്, സത്യവിശ്വാസികളെ മൊത്തത്തിൽ പഠിപ്പിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂദർദാ റളിയല്ലാഹു അൻഹുവിന് കൊടുത്ത വളരെ വശ്യമായ ഒരു ഉപദേശമുണ്ട്. അബൂദർദാ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എൻ്റെ ഖലീൽ, എൻ്റെ കൂട്ടുകാരൻ, എൻ്റെ ആത്മമിത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എനിക്ക് ഉപദേശങ്ങൾ നൽകി. ആ ഉപദേശങ്ങളുടെ കൂട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്ത ഒന്നാമത്തെ ഉപദേശം അതാണ്, അബൂദർദായെ, ഒരിക്കലും ശിർക്ക് ചെയ്യരുത്, ഒരിക്കലും അള്ളാഹുവിൽ പങ്കു ചേർക്കരുത്, ഒരിക്കലും ബഹുദൈവാരാധന, വിഗ്രഹാരാധന നിന്റെ ജീവിതത്തിൽ ഉണ്ടാകരുത് എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, നിന്നെ അവർ ചുട്ടുകരിച്ചാലും ശരി, വെട്ടി നുറുക്കിയാലും ശരി, നിന്നെ അവർ വെട്ടി നുറുക്കിയാലും ശരി, ചുട്ടുകരിച്ചാലും ശരി, അങ്ങനെ ഒരാൾ നിന്നെ അതിന് നിർബന്ധിച്ചാലും ശരി, ഇതിന് നീ തുനിയരുത്, സമ്മതിക്കരുത്, വഴങ്ങരുത്. കാരണം അത് ചെയ്യുന്നതോടുകൂടി നമ്മളുടെ ജീവിതം തന്നെയാണ് യഥാർത്ഥത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ സൂചിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, തീർച്ചയായും നമ്മൾ ജീവിക്കുന്ന ഒരു നാട് എന്ന് പറയുന്നത് വിഗ്രഹാരാധനക്ക് വലിയ പ്രാമുഖ്യമുള്ളൊരു നാടാണ്. ഭരണഘടനാപരമായി എല്ലാവർക്കും അവരുടെ ഓരോരുത്തർക്കും ശരിയെന്ന് ബോധ്യമുള്ള ആരാധനകളും മതസമ്പ്രദായങ്ങളും പിന്തുടരുവാൻ സ്വാതന്ത്ര്യമുള്ളൊരു നാടാണിത്. ആ നാട് അങ്ങനെ തന്നെയാണ് നിലനിൽക്കേണ്ടത്. അങ്ങനെ ഒരു സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ വലിയൊരു അനുഗ്രഹമാണ്. നമ്മളുടെ നാട്ടിലെ മാറിയ രാഷ്ട്രീയ കാലാവസ്ഥയിൽ, സാംസ്കാരിക കാലാവസ്ഥയിൽ വിഗ്രഹാരാധനയുടെ, ബഹുദൈവാരാധനയുടെ എല്ലാ അംശങ്ങളെ ദേശീയതയുടെ ഉടുപ്പണിയിച്ചുകൊണ്ട് തികച്ചും ഭരണഘടനാ വിരുദ്ധമായി ഇവിടെയുള്ള മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയുമെല്ലാം അത്തരം രീതികൾ ഏറ്റെടുപ്പിക്കാൻ ഉള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നിർഭാഗ്യവശാൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലാവസ്ഥ കൂടിയാണത്. അവിടെ നമ്മളുടെ നാട്ടിൽ വന്ദേമാതരം തുടങ്ങിയ ഗീതങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വിവാദങ്ങൾ നമുക്കറിയാം. അവിടെ അങ്ങേയറ്റത്തെ ജാഗ്രതയോടുകൂടി ഒരിക്കലും വിഗ്രഹാരാധനയുടെ, ബഹുദൈവാരാധനയുടെ, ശിർക്കിൻ്റെ ഒരംശവും എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ കൊണ്ടുവരികയില്ല. സാംസ്കാരികമായും വിശ്വാസപരമായുമെല്ലാം തൗഹീദിൻ്റെ വ്യതിരക്തത ഞാൻ ഉയർത്തിപ്പിടിക്കും എന്ന നിശ്ചയദാർഢ്യം നമുക്കുണ്ടാകാനുള്ള പ്രേരണ കൂടിയാണ് യഥാർത്ഥത്തിൽ സൂറത്തുൽ കാഫിറൂനിൽ നിന്ന്, അതിനാസ്പദമായ സംഭവത്തിൽ നിന്ന് നമ്മൾക്ക് ലഭിക്കേണ്ടത്. അത് നമ്മളുടെ വിശ്വാസപരമായ ആവശ്യമാണ് എന്നതോടൊപ്പം ഭരണഘടനാപരമായ നമ്മുടെ അവകാശം കൂടിയാണ് എന്ന വസ്തുത നമ്മൾ മറക്കാതിരിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. والذين معه أشداء على الكفار رحماء